UDF-നെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ല പ്രതീക്ഷ നൽകുന്ന ജില്ലകളിലൊന്നാണ്. കാരണം ചരിത്രം സൂചിപ്പിക്കുന്നത് മറ്റൊന്നല്ല. എന്തായാലും ഇത്തവണയും UDF പ്രതീക്ഷ കൈവിടുന്നില്ല. ഒപ്പം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെയും ഫലങ്ങൾ കണക്കുകൂട്ടി ഇടതുപക്ഷവും മികച്ച ആത്മവിശ്വാസമാണ് പുലർത്തുന്നത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തു നിന്ന് CPM ആണ് മത്സരിക്കാറ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളും UDF കൊണ്ടുപോയി. ചരിത്രം പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് വയനാട്ടിൽ നിന്ന് LDF പ്രതിനിധികൾ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ രാഷ്ട്രീയത്തിന് വലിയ മാറ്റമുണ്ടെന്നാണ് CPM പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് വയനാട്ടിൽ നല്ലപോലെ ഉയർന്നു വന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുള്ളത്. UDF-ൽ നിലവിലെ MLA-മാർക്ക് തന്നെ സീറ്റ് നൽകാനാണ് ധാരണ. അങ്ങനെയെങ്കിൽ MV ശ്രേയാംസ്കുമാർ കൽപ്പറ്റയിലും IC ബാലകൃഷ്ണൻ ബത്തേരിയിലും മന്ത്രി PK ജയലക്ഷ്മി മാനന്തവാടിയിലും ജനവിധി തേടും. കൽപ്പറ്റയാണ് ജില്ലയിലെ ഏക ജനറൽ മണ്ഡലം. ഇവിടെ CPM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ മത്സരിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം അതാണ്. ബത്തേരിയിൽ മുൻ MLA KC കുഞ്ഞിരാമൻ, EA ശങ്കരൻ എന്നിവരും മാനന്തവാടിയിൽ OR കേളുവുമാണ് പരിഗണനയിലുള്ളത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് LDF പ്രധാനമായും തിരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുക. വയനാടിനെ കാർഷികാധിഷ്ഠിത വ്യവസായ ജില്ലയായി പ്രഖ്യാപിക്കണം. കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ജില്ലയ്ക്ക് കാർഷികാധിഷ്ഠിത വ്യവസായത്തിലൂടെ മാറ്റി കർഷകർക്ക് നല്ല ആത്മവിശ്വാസം പകരാൻ വേണ്ടി കഴിയണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. കൂടാതെ 23 ഗ്രാമപഞ്ചായത്തുകളിൽ 16 എണ്ണത്തിലും 2 നഗരസഭകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നേടാനായതും LDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്. മലമ്പുഴയിൽ മത്സരിക്കാൻ ഇത്തവണ പാർട്ടി നിയോഗിക്കുമെന്ന് കരുതുന്നില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ്. പാർട്ടിയുടെ നിർദ്ദേശം ഏറ്റെടുക്കുമെന്നും ഭർത്താവ് KR സുഭാഷിനെ പരിഗണിച്ചാൽ അതിൽ പരം സന്തോഷമുണ്ടാകില്ലെന്നും ലതിക സുഭാഷ് പറഞ്ഞു. VS അച്യുതാനന്ദനായി CPM മലമ്പുഴ ഒഴിച്ചിട്ടിരിക്കുന്നതായി വാർത്തകൾ വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ലതിക സുഭാഷിന്റേത്. VS-നെ നേരിടാൻ ചാവേറാണെന്ന് അറിഞ്ഞിട്ടും 2011-ൽ മലമ്പുഴയിലേക്ക് തിരിക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച ദൌത്യം പൂർണ്ണമായി ഏറ്റെടുത്താണ് ലതിക സുഭാഷ് നീങ്ങിയത്. എന്നാൽ ഇത്തവണ മലമ്പുഴയിൽ മത്സരിക്കാൻ പാർട്ടി നിയോഗിക്കുമെന്ന് കരുതുന്നില്ലെന്നാണ് ലതിക സുഭാഷിന്റെ വിശ്വാസം. പാർട്ടി പറയുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യാൻ, അതാണ് എന്റെ നിയോഗം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇനിയും എന്നോട് മലമ്പുഴയിൽ മത്സരിക്കാൻ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ അതിനുമുണ്ട് ലതികയ്ക്ക് ഉത്തരം. പാർട്ടി എന്ത് പറയുന്നു അതാണ് നമ്മൾ ഏറ്റെടുക്കാൻ എന്നും തയ്യാറായിട്ടുള്ളത്. ഇനിയും അങ്ങനെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ VS-ന്റെ വിവാദമായ പരാമർശം ഇന്നും വേദനിപ്പിക്കുന്നുണ്ടെന്നും എന്നാൽ VS-നോട് പിണക്കമോ പരിഭവമോ ഇല്ലെന്നും ലതിക പറയുന്നു. അന്തരിച്ച സുകുമാർ അഴീക്കോട് അന്നു നൽകിയ പിന്തുണ ഏറെ ശക്തി പകർന്നെന്നും അവർ പറയുന്നു. എനിക്ക് പിണക്കമില്ല, പരിഭവമില്ല. ഒരുപക്ഷെ അദ്ദേഹം എന്നെ നന്നായിട്ട് അറിയാഞ്ഞിട്ട് പറഞ്ഞൊരു കമന്റായി. പക്ഷെ അതിനകത്ത് ഞാൻ വേറൊരു സന്തോഷം എനിക്ക് തോന്നി. ഇന്ന് SSC-നായ നമ്മുടെ കൂടെ ഇല്ലാത്ത SSC-നായ ശ്രീ സുകുമാർ അഴീക്കോട് പ്രതികരിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു. എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ നിന്ന് പലതവണ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഭർത്താവ് KR സുഭാഷിനെ ഇത്തവണ നിയമസഭാ സീറ്റിലേക്ക് പാർട്ടി പരിഗണിച്ചാൽ ഏറെ സന്തോഷിക്കുന്നത് താനാകുമെന്നും ലതിക പറയുന്നു. KPCC നിർവാഹക സമിതി അംഗം കൂടിയാണ് KR സുഭാഷ്. സുഭാഷ് ചേട്ടന് പാർട്ടി നിയോഗിച്ചാൽ അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാള് ഞാൻ തന്നെയായിരിക്കും. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായ ഇവരുടെ കുടുംബത്തിൽ സീറ്റിനല്ല പ്രാധാന്യം, മറിച്ച് അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരായി പ്രവർത്തിക്കുക എന്നതാണ് മുഖ്യമെന്ന് പാർട്ടിയുടെ പദവി കൂടി വഹിക്കുന്ന ലതിക വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം. കേരള ബാലറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഈവനിംഗ് ന്യൂസിനുള്ള സമയമാണ്. ഈവനിംഗ് ന്യൂസുമായി സനീഷ് ഉണ്ടാകും ഇടവേളയ്ക്ക് ശേഷം.